ഡാൻസേഴ്സ്. ഇനി എത്ര ഫാസ്റ്റ് നമ്പേഴ്സ് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോഴും നല്ല വരണ്ട മരുഭൂമിയിലൂടെ മഴ പെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ, ഒരു യുവർ ചോയ്സ് റൗണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ഒരു റൗണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നതും ഈ സെക്ഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗൃഹാതുരത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഈ ഗാനങ്ങൾ നിങ്ങളെ കുറേ ഓർമ്മകളിലോട്ട് തള്ളിയിടും എന്നുള്ളത് നിസ്സംശയം പറയാം. അല്ലാതെ ഗാനം ഇദ്ദേഹം മലയാളത്തിൽ ഒത്തിരി പാട്ട് പാടില്ല, പക്ഷെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും 10,000-കണക്കിന് ഗാനങ്ങൾ പാടി അനശ്വരനായ ഗായകൻ ഇന്ന് പക്ഷേ നമ്മളോട് കൂടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും ഏത് സംഗീത പ്രേമികളുടെ മനസ്സിൽ അലയടിച്ചു വീഴും. തുടങ്ങാം ലിജോ, റെഡി? ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആണെങ്കിൽ ഞാൻ പാടുന്ന പാട്ടുകളിൽ ഏതെങ്കിലും അപ്പൊ തന്നെ എങ്ങനെ കൈയടിച്ചായിരിക്കും നോക്കട്ടെ. കൈയടിക്കാൻ അറിയാമോ നോക്കട്ടെ. കുറച്ചുകൂടി എനർജി തോന്നേ, നല്ല നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടും. അടിപൊളി, സൂപ്പർ, റെഡി? താരാപഥം ചേതോഹര പ്രേമാമൃതം തീയും നിതാ നവമേഘമേ കുളിർ കൊണ്ടവാ ഒരു ചിഞ്ചുറി പോയി മൃദു ചുംബനം മതിയാ. സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ രാഗദൂതുമായി. സുഖദമീ നാളിൽ. ഈ സൈഡിൽ ഭയങ്കര പാട്ട്, ഇവരെല്ലാം ഉമ്മ നോക്കി നിൽക്കുക. ഒന്ന് ഉഷാറായി പാടിയ ദിവസം നമ്മളെല്ലാവരും കൂടെ പാടിയ സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ താരാപഥം ചേതോഹരം പ്രേമാമൃതം തീയും നിതാ. താങ്ക് യു. ആ ഫോട്ടോഗ്രാഫർ ചേട്ടൻ, ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഇവിടെ വന്നാൽ ഇവിടെ നിന്നാൽ മതി. ചിറകൊടിഞ്ഞ കിനാക്കളിൽ ക്യാമറ മാറ്റി ഇതളിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമാ കവിത നീത വികാരമാ നീന്റെ പ്രാണനിൽ പോയോ നിറയൂ. ഫോട്ടോഗ്രാഫർ ചേട്ടാ, പേര് ഷാജി. ഇളം മഞ്ഞിൻ കുളിരുമായൊരു ഷാജി, ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്നു ഷാജി. ഹൃദയമുരളിയിൽ കുളകമേളകൻ രാഗം ഭാവം 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 താളം. അടുത്ത കാണി ഫ്രണ്ട് നിൽക്കുന്ന ഈ ചേട്ടന് വേണ്ടി ഒന്ന് ലൈറ്റിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ ഈ ഫ്രണ്ട് നിൽക്കുന്ന ചേട്ടൻ ചിരിച്ചോണ്ട് തന്നെ ആദ്യം തൊട്ടേ നോക്കി കൈ കാണിക്കുന്ന ചേട്ടൻ ഒന്ന് ലൈറ്റിട്ട് ഇവിടെ ഇവിടെ ഈ സൈഡില്, ഈ സൈഡിലാ ഫ്രണ്ട് കൈ വെച്ചിട്ട് കാണിച്ചേട്ടാ. ആ ചേട്ടൻ കറുത്ത ഷർട്ട്
ചേട്ടൻ തന്നെ തിരിഞ്ഞു നോക്കണ്ട. കണ്ണിൽ കത്തും പാടി പാലാവ സിനിമൽ ക്ലബിൽ ഒരു മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ഗാനം എന്നെ സംബന്ധിച്ച് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആണ്. എന്നെ മാത്രമല്ല, എന്നെ ആദ്യം പഠിപ്പിച്ച എൻ്റെ അമ്മ. നിങ്ങൾക്കെല്ലാം ഈ പാട്ട് ഉറപ്പായിട്ടും ഫേവറേറ്റ് ഗാനം തന്നെയാണ്. ഈ പിങ്ക് ഷർട്ടിട്ട ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ചില മുഖങ്ങളുണ്ടല്ലോ നമുക്ക് മറക്കാൻ പറ്റില്ല. അവർ ഗാനമേളയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ചിരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ബേബി ചായൻ ഒരു പാട്ട് കൊടുക്കണ്ട നമ്മുടെ പള്ളി പ്രസിഡന്റിക്ക്. മന്ദാരച്ചിപ്പുണ്ടോ കൈവാർമതി പൊന്നും തീനും വാനം പാടിതൻ തൂവലുണ്ട് ഉള്ളില്ലാമോദത്തിരുമ്പോൾ മൗനം പാടുന്നു. എവിടെ മമ്മൂക്ക ഫാൻസ് ചേട്ടൻ അതല്ലേ ചോദിച്ചത്? വെച്ചിരിക്കേണ്ട കൂടെ 1 2 3 1 2 3
കറുത്ത ചുരിദാറും മഞ്ഞ ചുരിദാറിന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഒന്ന് എണീറ്റ് എന്താ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്തൊരാവേശം. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെൻസി, ഫോൺ വിളിച്ച് 10-20 വർഷമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സൗഹൃദത്തിലാണ്. കടുത്തുരുത്തിയിലുള്ള ജെൻസിക്കും വേണ്ടി ഇരിക്കട്ടെ. പിന്നെ ആ വെള്ള ഷർട്ടിട്ട ചേട്ടൻ ഏതുവരെ ഫോണിൽ കുത്തിപ്പിടിച്ചിട്ട് തലവേദന എടുത്തിരിക്കുന്ന ചേട്ടന് വേണ്ടി ഇരിക്കട്ടെ ഒരു പാട്ട്. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തോടാം. രണ്ടുപേരും ഞാനിവിടെ പഠിക്കട്ടെ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. അങ്ങനെ ഇപ്പൊ എന്നെ പാടി തോപ്പിക്കാനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഊഞ്ഞാല ഞാൻ പാടാം. ഇതിന്റെ മുകളിൽ ഒരു ഊഞ്ഞാലുണ്ട്, അതിൽ കയറി പാടി ഇരുന്നിട്ട് എന്നെ തോപ്പിക്കാൻ പറ്റുമോ ചേട്ടായി? അങ്ങനെ നിങ്ങൾ എന്നെ തോപ്പിച്ചത് ഇവിടെ മുട്ടുകുത്തിയിരിക്കും ഞാൻ. അങ്ങനെ തോപ്പിക്കാൻ പറ്റുമോ? എന്തോ ആരവം മാത്രം കേട്ടു, 5-6 പേര് പാടിയില്ലല്ലോ. ഇതുവരെ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടൻ പോലും റിമി എന്നാ തോപ്പിച്ച് കളഞ്ഞേക്കാം. എന്ത് കിട്ടുന്നു ചേട്ടാ, എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പാട്ട് പാടി ജീവിക്കുന്നവർ കണ്ണീ പാറ്റായിട്ട് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇനി മെലഡി സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് ചേട്ടന്മാരെ. ഇനി അങ്ങോട്ട് അവസാനം വരെ അടിച്ചുപൊളി പാട്ടുകൾ മാത്രം. ഇരിക്കുന്നവരങ്ങനെ ഞാൻ ഇരുത്തൂല. ലാസ്റ്റ് എല്ലാവരും ഞാൻ എടുപ്പിച്ച് ഡാൻസ് ചെയ്തിട്ട് ഞാൻ എടുത്ത് എടുത്തുള്ളൂ. എത്രയൊക്കെ പാട്ട് പാടിയാലും നമ്മുടെ നാടൻ പാട്ടിന്റെ ഉസ്താദിനെ ഓർമ്മിക്കാതെ എന്തൊരു പ്രോഗ്രാം. ഞാൻ ആരെ പറ്റി ഉദ്ദേശിക്കുന്നത്, ഇന്ന് അദ്ദേഹം നമ്മളോട് കൂടിയില്ല, പക്ഷെ എത്ര കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ട്, അദ്ദേഹത്തിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ, അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ജനിക്കാനും പോകില്ല. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ഒത്തിരി സ്റ്റേജ് ഷോസ് സ്റ്റാർട്ടിങ് സമയത്ത് പാടാൻ പറ്റിയുള്ള ഏറ്റവും വലിയൊരു അനുഭവ സമ്പത്താണ്. ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ സ്വന്തം ഓട്ടപ്പഴ പോലൊരു പിന്നീട് പോലൊരു
ചലക്കുട്ടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചലക്കുട്ടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ നിന്റെ ഭാര്യ ചിലപ്പോൾ ആ ചേട്ടൻ കള്ളു കുടിച്ചിട്ട് പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു സംസാരിക്കും. വേണോ വേണ്ടയോ? ചേച്ചിയുടെ ഇഷ്ടമൊന്നും പകല് മുഴുവൻ പണിയെടുത്തും കിട്ടണ കാശിനെ കള്ളു കുടിച്ച് കൂടുതൽ ഇഷ്ടം എവിടെ ചെന്നാലും ചേച്ചിമാർക്കാണ്, സ്ത്രീകൾക്കാണ്, ലേഡീസിനാണ്, സഹോദരിമാർക്കാണെന്ന് എനിക്കൊരു തോന്നൽ. ശരിയാണോ? അല്ല, നിങ്ങൾക്കാണോ? പക്ഷെ ചേട്ടന്മാരെന്ന് സ്നേഹം പ്രകടിപ്പിക്കില്ല. കുറച്ച് ജാടയുണ്ടെന്ന് തോന്നുന്നു. പ്രകടിപ്പിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ, ഒരു ലേഡീസിനായതുകൊണ്ട് ഒരു പ്രശ്നമായിരിക്കും അല്ലേ? എന്നാലും ചേച്ചിമാർക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാ. കുഴപ്പമില്ലല്ലോ. ഈ താളത്തിൽ എല്ലാവരും ചേർന്ന് കൈയടിക്കണേ. ഈ താളത്തില് എന്തൊരു ക്ഷീണം അവിടെ. ഇവിടെ കൈയടിച്ചേ. ഇവിടെ ഭയങ്കര ആക്റ്റീവായി. ആ മലയുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ, ആ കുന്നിന്റെ മുകളിൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരാ നിൽക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് ഐ ലവ് യു, താങ്ക് യു. എല്ലാവരും എവിടെയാണ് കൈയടിച്ചേ? ഇത് ഈ സൈഡിൽ ആ സ്കൂളിന്റെ താഴെ Come
പരിപാടി കുട്ടനും നന്ദി കുട്ടിക്ക് മാറ്റി നോക്കുണ്ടായ കല്യാണം മുക്കിന് തൊട്ട് കളിക്കണ കടലും കുട്ടികൾ അക്കരെ ഒട്ടുകളക്കര അങ്ങനെ വിളിച്ചു മനസ്സിലാക്കി കടവില കുട്ട നാളെത്തുണ്ടികളായി ഒഴുകികൾ അലറി തരികിട വേളമടിച്ചു മുഴക്കുന്നത് അങ്ങനെ വന്ന് കണക്കുമട പുറമാകെ തരികിട നിമിതത്തെ കളിക്കണ കടലിൽ കുട്ടികൾ അക്കരെ മുട്ട് കണക്കൊരു കൊച്ചു വരുന്നത് കടവില കുട്ടണ നാളെത്തുണ്ടികളായി കളറിത്തരികിട മേളമടിച്ചു മുഴക്കുന്നത് ചാകര വന്നു കിടന്ന് പുറമാകെ തരികിടത് ഞാനും കണ്ടേ അവനവനിന്ന് കളത്തിയ നേരത്തെ രാവിലെ അമ്പിളി വെള്ളം ഇറങ്ങിയ കമ്മടി കൂടാതെ മാലം മാലത്തോടി തുള്ളി ഉറങ്ങി കൊടുത്തു കൊടുത്ത് നാളത്തരികിടത് വിടത്തെ മേളത്താനും പനിയുടെ ചമ്പട മുറിച്ചു തന്നാലികളുടെ കാര്യം അത്തിമരത്തിന് നീരക്കറിയിലപ്പോ നിൽക്കൽ നല്ലത് മാറ്റം പുറകെ ഇന്നലെ തുണികളെ മേളത്താനും പനിയുടെ ചമ്പട മുറിച്ചു തന്നാലികളുടെ കാര്യം അത്തിമരത്തിന് നീരക്കറിയിലപ്പോ നിൽക്കൽ നല്ലത് തങ്കട വളകട് വളകട് വടവട പണികളെ തങ്കട വളകട് വളകട് വടവട പണികളെ പിന്നെ കണ്ടത്